ഹാവു പ്രസവിച്ച സുഖം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു സുഖമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരു ചെടി നട്ട് നനച്ച് അതിൽ നിന്ന് വിളവെടുക്കുമ്പോൾ. സത്യത്തിൽ എനിക്ക് പറിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല, പൂവൊക്കെ വന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ. പക്ഷേ ഈ ചീരയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പേര് പാൽച്ചീര എന്നാണ്. ഇതൊരു 6 മാസത്തോളം നമുക്ക് വിളവ് തരും. നമ്മളത് കട്ട് ചെയ്ത് എടുക്കുന്നതനുസരിച്ച് തന്നെ അതിൽ നിന്ന് വീണ്ടും വീണ്ടും ഗ്രോത്ത് ആവും കേട്ടോ. ഇതിൻ്റെ തണ്ട് വൈറ്റ് കളറായിരിക്കും. ഒരു ഇലയ്ക്ക് നമ്മുടെ കൈപ്പത്തിയോളം വലിപ്പമുണ്ട് കേട്ടോ. 1-2 തണ്ട് മതി നമുക്ക് തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഉള്ളൊരു കാര്യമാണ്. അതാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നോർമൽ ഒരു ഹ്യൂമൻ ബീൻ ഒരു 300 ഗ്രാം പച്ചക്കറി എടുക്കണം. അതിലൊരു 50-60% ഇലക്കറികളാണ് കേട്ടോ. കുറ്റിപ്പയറാണെന്നുള്ള വിചാരത്തിലാണ് ഞാനിത് നട്ടത്. പയർ മാത്രമാണ് കുറ്റി, വള്ളി ഇങ്ങനെ വീശി പോകുന്നുണ്ട്. എന്നാലും ഒരുപാട് പയർ ഇതിൽ നിന്ന് കിട്ടുകയൊക്കെ ചെയ്തിട്ടോ. ഞാൻ എന്നെക്കൊണ്ട് പറ്റും പോലെ അടുത്ത വീടുകളിലൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എന്താ വിചാരിച്ചാൽ നമുക്ക് ഒരു വിഷമടിക്കാത്ത ഒരു പച്ചക്കറി എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഹാപ്പിയാണ്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ മോട്ടിവേറ്റ് ആയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ ഞാൻ വള്ളിപ്പയർ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ലെങ്തിയാണ്, എൻ്റെ കൈനേക്കാളും ലെങ്തിയാണ് കേട്ടോ ഈ പയറിന്. ഇത് ഞാൻ വിത്തിന് വേണ്ടി മാറ്റി വെച്ചേക്കുന്നതാണ്. ആദ്യത്തെ ഫലം വിത്തിനെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത്. ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ വാങ്ങിക്കുന്ന വിത്തല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കിയതിൽ നിന്ന് നമുക്ക് മുളപ്പിച്ച് നോക്കാം കേട്ടോ. ഇത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നില്ലേ? എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എൻ്റെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഒരു നേരത്തിനുള്ള തോരനെങ്കിലും ഞാൻ ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ ഫീലിംഗ് സോ പ്രൗഡ്. ഇതിൻ്റെ വിത്തൊക്കെ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇതിന് പൂവൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് വിത്തൊക്കെ ആകുമ്പോൾ ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു തോരനുള്ള ചീര നമുക്ക് ഉണ്ടാവുമെന്ന്. നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. സോ പ്ലീസ് ഫോളോ മീ ആൻഡ് സപ്പോർട്ട് മീ. ഓക്കെ, ബൈ.